ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈഗ KS വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വാങ്ങിയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോ ഇത് ഇത്രയൊക്കെയാണ്. ഇത് നമുക്ക് ഓരോന്നെ കാണിക്കാം. ഇത് എൻ്റെ ചേട്ടൻ്റെ ഫസ്റ്റ് എൻ്റെ അവൻ ഇങ്ങനത്തെ കളറാണ് ഇഷ്ടം. അപ്പോൾ ഒരു ബ്രൗൺ പേപ്പറല്ല, ഇങ്ങനത്തെ പേപ്പറാണ് വാങ്ങിയത് അവന് വേണ്ടിയിട്ട്. ഒരു കുഞ്ഞതാണ് കേട്ടോ. പിന്നെ അവന് വേണ്ടിയിട്ട് ടെസ്റ്റുകളും നോട്ട്സൊക്കെ പുതിയ എൻ്റെ വലുതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം അവൻ്റെയാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു നോട്ട്ബുക്ക് പറയാൻ വേണ്ടി എനിക്ക് ബ്രൗൺ പേപ്പർ ഇഷ്ടമാണ്. അപ്പം എനിക്ക് ബ്രൗൺ പേപ്പറും, പിന്നെ ബ്രൗൺ പേപ്പർ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ബ്രൗൺ പേപ്പറിൻ്റെ ചെറുത് വാങ്ങിയില്ല. പക്ഷെ ഇത് വീട്ടിലില്ലാത്തതുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ ഈ വലുത് വീട്ടിലില്ല, അപ്പോൾ വാങ്ങി ബ്രൗൺ പേപ്പറിൻ്റെ. അപ്പോൾ ഇത്രയും പേപ്പേഴ്സാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ചേട്ടായിക്ക് ബോക്സാണ്. ചേട്ടായിൻ്റെ ബോക്സ് ഞാൻ കാണിത്തരാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. കാരണം നല്ല കവറിൽ വെക്കാൻ സ്ഥലം ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ടായിപ്പോയിട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചേട്ടായിക്ക് വാങ്ങിയ ബോക്സാണ്. ഇത് മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങി. ഞങ്ങൾ BTSൻ്റെ ലോക്കിടുന്ന ബോക്സ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ നല്ല വില ആയതുകൊണ്ട് വാങ്ങിയില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിയ ബോക്സ്. കണ്ടില്ലേ, ഇതാണ് അവന് ഇഷ്ടപ്പെട്ടത്. പൗച്ചാണ് കേട്ടോ. പൗച്ചൊന്നും പറയാൻ പറ്റില്ല, ബോക്സ് ഒന്നും പറയാൻ പറ്റില്ല. അതിന് എന്ത് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കണത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് കളർ പേന. ഇതൊന്നും ആവില്ല കേട്ടോ, ഇനി വരും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ അവൻ പെൻസിൽ വെച്ചിട്ടില്ല, കാരണം അവൻ പെൻസിൽ എടുത്തില്ല. ഞാൻ പെൻസിൽ എടുത്തായിരുന്നു. അപ്പം ഞാൻ അവനെ പെൻസിലും കൂടി വെക്കണം. ഈ പേനയല്ല, വേറെ പേന. ഈ പേന ഉണ്ടാവും, വേറെ പേന ഉണ്ടാവും. വേറെ പേന നമ്മൾ തന്നിട്ടില്ല, നമുക്ക് നോക്കാം. ഈ പേന ഈ പേന വെച്ചിട്ടുണ്ട്. പിന്നെ 2 സ്കെയില്, പിന്നെ എന്താ പറയുക, കട്ടറ് ഒക്കെ പുതിയതാട്ടോ. റബ്ബറ്, പിന്നെ അത് ഇങ്ങനത്തെ ഒരു റബ്ബറ്. പിന്നെ ഗ്രീൻ മതി എന്ന് പറഞ്ഞു, അവൻ്റെ ഫേവറേറ്റ് ആണ്. പിങ്കാണ്. പക്ഷെ ഇതിനെന്തോ ഞാൻ കണ്ടിട്ടുള്ളതൊന്നും സ്മെല്ലില്ല. സ്മെല്ലുള്ളതും ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഇതിന് ഭയങ്കര ഒരു സ്മെല്ല്. എനിക്ക് കഴിക്കാൻ തോന്നുന്നു അങ്ങനത്തെ സ്മെല്ല്. കേട്ടാനും പറ്റുന്നു. ഇവൻ്റെ ചില്ലാണ് കേട്ടോ, ചില്ലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗം എല്ലാവർക്കും തന്നെയാണ്. ഇവൻ്റെ ഇതൊക്കെ ചില്ലാണ്. അങ്ങനെയാണ് അവൻ്റെ ബോക്സ്. എൻ്റെ ഒരു പൗച്ച് തന്നെയാണ്. അതിന് പക്ഷേ കവറൊന്നുമില്ല. ഇത് പിന്നെ എന്താ പറയുക, ഇതാണ് എൻ്റെ പൗച്ച്. ഇതിന് തന്നെ നല്ല വിലയുണ്ട്. ബാഗില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച പൗച്ച്. ഇങ്ങനെയുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇവിടെ ഒരു പിങ്ക് കളർ കീ ചെയിനും ഉണ്ട്. ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇതാണ്. ഈ കളിയാണ് ഓപ്പൺ ചെയ്തത്. ഒരു പെൻസില്. അവൻ പെൻസിൽ വെച്ചിട്ടില്ല. ഒരു രണ്ടാമത്തെ പെൻസില്. പിന്നെ 2 സ്കെയിൽ. പേന പിന്നെ അമ്മ തരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചില്ല, പക്ഷെ അവൻ്റെ ഉള്ളതുകൊണ്ട് അവൻ വെച്ചു. പേന അമ്മ തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വാങ്ങിയത് ക്രയോൺസ് വാങ്ങിച്ചു. ചെറിയ പാക്കറ്റ്. എന്തേലും 12 എണ്ണത്തിൻ്റെ അപ്സരയുടെ ആവശ്യം വരുന്നു പറഞ്ഞിട്ട് വാങ്ങിയതാണ്. വലിയ ആവശ്യം വലിയ യൂസ് ചെയ്യുന്നൊന്നും എത്തില്ല കേട്ടോ. ഞാനങ്ങനെ കളർ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ കുറേ ഇരിപ്പുണ്ട്. സ്റ്റഡി ടേബിൾ. പിന്നെ എനിക്ക്
ഒരു പിങ്ക് കളർ റബ്ബർ, പിങ്ക് കളറ് നടരാജൻ്റെ കട്ടർ, ഇത് 2 എണ്ണം. പിന്നെ എനിക്ക് ക്യൂട്ട് റബ്ബർ കച്ചറ. ഞാൻ നോക്കുമ്പോൾ ഇത് ഫുള്ള് പിങ്ക് മയായി. ഞാൻ അറിഞ്ഞുകൊണ്ട് വെച്ചൊന്നുമല്ല, ഫുള്ള് പിങ്കായിപ്പോയി. എന്താണെന്ന് എനിക്കറിയില്ല, എല്ലാം പിങ്ക്. ഇതൊക്കെ പിങ്ക്, ഒക്കെ പിങ്കായി. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് കണ്ട, അവൻ്റെ ചില്ലാണ് എൻ്റെ കണ്ടത്. ഇതുപോലത്തെ കണ്ടില്ലേ, ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് എൻ്റെ. പക്ഷെ മാറ്റാൻ എളുപ്പം, അങ്ങനെ മാറ്റാൻ അവൻ കുറച്ച് പാടില്ല. അത് അത്രയും. അപ്പം ഇതാണ് എൻ്റെ ബോക്സിലുള്ളത്. പിന്നെ നെയിം സ്ലിപ്പുകൾ നോക്കാം. ഞാൻ വാങ്ങിയ നെയിം സ്ലിപ്പ് എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള BTS. ഞാൻ വാങ്ങിച്ചത് BTS ആണ് ഗൈസ്. അവിടെ ഞാൻ ഫസ്റ്റ് മാഷ് ആൻഡ് ദ ബിയർ വാങ്ങിച്ചു. പിന്നെ BTS ഉണ്ട്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പുതിയതാണ്. പഴയത് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികൾക്ക്. അവരുടെ ഒന്നും ഇതുപോലത്തെ അല്ല, ഇത് പുതിയതാണ്. പുതിയ BTS കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ 3 എണ്ണം വാങ്ങി. 3 എണ്ണം നമ്മൾ ഒരേതല്ല വാങ്ങിയത്, 3 എണ്ണം വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. വെറൈറ്റി, അതായത് ഒരു പിക്ചർ തന്നെയല്ല ഒരെണ്ണത്തിലുള്ളത്, വെറൈറ്റി പിക്ചേഴ്സ് ആയിട്ടാണ് വാങ്ങിയത്. 3 സ്റ്റിക്കർ. ഈ ചേട്ടായിയുടെ ഇപ്രാവശ്യം ചേട്ടായിക്ക് അധികമൊന്നും ബോയ്സിൻ്റെ അധികമൊന്നും ഇല്ല, ഗേൾസിൻ്റെയാണ് അധികം ഉള്ളത്. അപ്പം ചേട്ടായിക്ക് എന്ത് ചെയ്തു, 3 എണ്ണം ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഒന്നും കൂടി ഉണ്ട്, അത് എവിടെയോ വെച്ചു കേട്ടോ. അപ്പുറം എവിടെയോ അവൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ദേ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം എവിടെ വെച്ചു. ദക്കാറിൻ്റെയാണ് അവൻ വാങ്ങിയിട്ടുള്ളത്. അവന് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, പക്ഷെ അവന് ബോയ്സിലാകെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. പിന്നല്ല, ഇത് സെയിം പിക്ചറും ഉള്ളൂ, വേറെ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഞാൻ ചോദിച്ചു വേറെ വേണമെന്ന്, അപ്പം അവന് വേണ്ട. ഓക്കെ ഗൈസ്, പിന്നെ ഇത് അവൻ്റെ ഏട്ടാ. പിന്നെ സ്കൂബിയുടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇതെനിക്ക് സ്കൂബിയുടെ ബാഗിൽ നിന്ന് കിട്ടിയത്. ഇത് ബാഗ് ഇതിനകത്ത് വെച്ചിട്ടില്ല തോന്നുന്നു, സ്പേസ് ഇല്ല, വേറെ എവിടെ ഒന്നുകൂടെ വെച്ചിട്ട് തോന്നാം. സ്കൂബിയുടെ നിന്ന് കിട്ടിയതാണ്. ഇത് നമുക്ക് ആവശ്യം വരും ചിലപ്പം. ബാഗ് ഇതുപോലെ സ്കൂബിയുടെ ആണല്ലോ ഇപ്പം എല്ലാവരും വാങ്ങുക. അത് അവിടെ ഇരിക്കുന്ന ആ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വാങ്ങുക. അപ്പോൾ ചിലപ്പം എൻ്റെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂണിക്കോണിൻ്റെ ഒന്നല്ല കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അത് ചിലപ്പം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് മിസ്സായി കഴിഞ്ഞാൽ, പുറത്തൊക്കെ PT മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ലിപ്പ് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ പൗച്ചിലൊക്കെ വേണമെങ്കിൽ ഒട്ടിക്കാം, അങ്ങനെ. അല്ലെങ്കിൽ നോട്ട്ബുക്ക് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഒട്ടിക്കാനൊക്കെ അതുകൊണ്ട് സാധിക്കും. പിന്നെ ബുക്കുകളാണ്. ബുക്കുകളിൽ ചേട്ടായി എന്ത് ചെയ്തു, കവറിലാക്കി വെച്ചു. ഞങ്ങൾ ഇന്നലെ തന്നെ എല്ലാ ബുക്കുകളും എടുത്ത് അവരവരുടെ ബുക്കിൽ വെച്ചു, അല്ലെങ്കിൽ മാറിപ്പോകും. ഇതൊക്കെ ചേട്ടായിയുടെ ഓരോ നോട്ട്സാണ്. അവൻ പറഞ്ഞു ഇന്നതെൻ്റെ ഓർമ്മ നിന്നോളൂ, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ കുറേ ബുക്സ്. എൻ്റെ ബുക്സുകളാണ് ഇതേ സെയിം ബുക്സ് തന്നെയാണ് അവൻ്റെയും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ മാറ്റി വെച്ചത്. ഇത് മാത്രമേ അവൻ്റെ ഇല്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ അവൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ കാണിച്ചു തരാം. ഉണ്ണിക്ക് ഞങ്ങൾ ഇതിൻ്റെ കുറേ ബുക്കുകൾ വാങ്ങി. ഇതിൻ്റെ ഒന്നേ വാങ്ങിയുള്ളൂ കേട്ടോ. എനിക്ക് മാത്സ് അവനും വേറെ കേട്ടോ, ജസ്റ്റ് കട്ടാവുകയാണ്. പിന്നെ അതേ ഇത് ബൾബിൻ്റെ കുറേ വാങ്ങിച്ചു. ഇതൊക്കെ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ബൾബിൻ്റെ 2 എണ്ണം ഇതൊക്കെ കുറേ വാങ്ങിച്ചു ഞങ്ങൾ. പിന്നെ കാരണം ഇപ്പം ഞങ്ങൾ എടുത്തിട്ട് ഇനിയിപ്പം അമ്മ എനിക്കത് കിട്ടിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം സെയിം വാങ്ങിച്ചു. മാത്സ് മാത്രം ഞങ്ങൾ തിരഞ്ഞെടുത്താണ്. അപ്പം ഇത്രയും ഐറ്റംസാണ് ഗൈസ് നമ്മൾ സ്കൂളിലേക്ക് പോകാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. പിന്നെ എനിക്കൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു. ഗൈസ് നമുക്ക് ഇതാണ് എന്താ പറയുക, നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഒപ്പം കിട്ടിയത് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മൾ പോണതാണ്, ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ അമർത്തിയാൽ പോണത്.
ഇത് നമുക്ക് ചേട്ടായി കൊടുക്കാം. ചേട്ടായി ഓക്കെ അവന് കൊടുത്തിട്ടു. തെറ്റപ്പോ പോ. ഓക്കെ, അടുത്തത് നമുക്ക് ഇതാണ് എൻ്റെ ബാഗ്. ഇങ്ങനെ ഉണ്ട്, നല്ല ഡ്രസ്സല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ നീല കളർ ബാഗ്. ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടല്ലേ, നല്ല രസമല്ലേ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ യൂണിക്കോണിൻ്റെ വാങ്ങണം വിചാരിച്ച് ചെന്നപ്പം അമ്മ എടുത്തു തന്നു. ഇതിൻ്റെ പച്ച എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ നീല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ കറക്റ്റാണ്, ഞാൻ കാണിച്ചത്. സ്കൂബിയുടെ നല്ല ഭംഗിയില്ലേ അതെ. ഇതിലുള്ള എത്ര കള്ളിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ബോക്സ് വെക്കാനുള്ള ഒരു കുട്ടി കള്ളിയുണ്ട്, കണ്ടില്ലേ? നല്ല ബാഗ് കേട്ടോ, കീറൊന്നുമില്ല. ബോക്സ് വെക്കാനുള്ള ഒരു കുട്ടി കള്ളിയുണ്ട്. എൻ്റെ ബാഗ് കേടായ കാരണമാണ് വാങ്ങിയത്, അല്ലെങ്കിൽ വാങ്ങുന്നില്ല. പിന്നെ അതെ ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ അതെ ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ രണ്ട് സിബായിട്ട് വരുന്ന രണ്ട് കള്ളി, അല്ല ഒരു കള്ളി. നല്ല വലിയ കള്ളിയാണ്. ഇത്രയും കള്ളികൾ, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള 1 2 3 4 കള്ളികളാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഇതാ ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കാനൊരു കള്ളിയും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഒരു സാധനം, ഇത് ഞങ്ങൾക്ക് സ്കൂബിയുടെ ഒപ്പം 3 ഫ്രീ പാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഒരെണ്ണം എന്താ പറയുക ചേട്ടായിക്ക് ഞാനിപ്പോൾ കൊടുത്തത്, പിന്നെ ഒരെണ്ണം ഈ ഒരു നെയിം സ്ലിപ്പ്, പിന്നെ ഒരെണ്ണം ഈ ഒരു കളറിങ് ബുക്ക്. നമുക്കൊന്നും അധികം 4 5 ആയ കുട്ടികൾക്കൊന്നും അധികം ആവശ്യം വരില്ല, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതുപോലെ സ്കൂബിയുടെ ഒക്കെ ബേബി സ്കൂബിയുടെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പടങ്ങൾ. പിന്നെ ഇത് നമുക്ക് ആവശ്യം വരും. ഇതിൽ രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിലുള്ളതാണ് ഇതിലുള്ളത് എന്നുള്ളത് നമുക്ക് വട്ടം വരച്ചിട്ട് നമ്മൾ കാണില്ല. ഇത്രയും ഗൈസ്, അപ്പോൾ ഞാൻ ഇത്രയുമാണ് വാങ്ങിച്ചത്. പിന്നെ ചേട്ടായിയുടെ ബാഗ് ഇതേ മുകളിലിരിക്കുന്നതാണ്. ഏതാ അതല്ല, ഈ പായൻ്റെ അടിയും ഇരിക്കുന്നതാണ്. അത് ജസ്റ്റ് കഴുകിയിട്ടാൽ മതി നമ്മൾ പറഞ്ഞത്. നല്ല ബാഗാണ്, അതുകൊണ്ട് അത് വാങ്ങിച്ചു. ലുഡോ വാങ്ങിച്ചു. ഓക്കെ ഗായ്സ്, അപ്പം ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.